എന്നെ ഉപദ്രവിക്കില്ലേ? എനിക്കൊരു തെറ്റ് പറ്റിപ്പോയില്ല. പോയി നോക്കാം. അച്ഛാ 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 അച്ഛാ. അയ്യോ, ബോധമല്ല. ചേട്ടൻ കുറച്ച് വെള്ളം എടുത്തോണ്ടെന്നേ. കോരി വെച്ച വെള്ളം തീർന്നു. ഇനി കിണറ്റിന്ന് കോരണം. ഇവിടെ നിൽക്ക്. ബോധം തെളിക്കാനെങ്കിൽ ഒരു വീട്ടിൽ എപ്പോഴും കുറച്ച് വെള്ളം കരുതി വെക്കണ്ടേ? ഇതൊക്കെയാ കുഴപ്പം. ഇതെപ്പോഴാ തീർന്നത്? അച്ഛാ അച്ഛാ, എന്തു പറ്റി അച്ഛാ? ഇങ്ങോട്ട് മാറിക്ക് മാറിക്ക്. എന്താണത്? ബ്രാൻഡ് കളിച്ചാണോ? ബോധം കെടാനും തെളിയാനും അവനെ ജയിക്കാൻ വേറെ സാധനം. നിങ്ങൾ ഉറങ്ങിയില്ലേ? ഉറക്കത്തിൽ അച്ഛൻ നിലവിളിക്കുന്ന കേട്ടതാ. പിന്നെ മുഖത്ത് വെള്ളം തിളച്ചപ്പോഴാ അച്ഛൻ ഉണർന്നത്. ഓ, എന്തൊരു നീറ്റിലാടാവേ കണ്ണിനൊക്കെ. സത്യം വേള, നീ എന്തോ എന്നെ മോന്ത ഒഴിച്ചേ? ഇതെന്ത് ചോദ്യമാണ് അച്ഛാ? ലോകത്ത് ഏത് പ്രാണിയുടെ മണോ നിന്റെ അച്ഛൻ അറിയാൻ കേട്ടാ? കിണർ വരെ പോകാനുള്ള സമയം ലാഭിക്കാൻ വേണ്ടിയാ. അതെ, നിനക്ക് എങ്ങനെ കിട്ടിയെന്ന് ഞാൻ ചോദിക്കുന്നേ. അച്ഛന്റെ അലമാരയിലുള്ള കുപ്പിയിലുണ്ടായിരുന്നു. ആ കുപ്പി സാധനം ഇല്ലായിരുന്നല്ലോ? സ്വല്പം ഉണ്ടായിരുന്നു. അതൊക്കെ പോട്ടെ, അച്ഛനതിനാ അലറിയത്. അതോ? അത് ഞാനൊരു സ്വപ്നം കണ്ട. 3D ആണോ ഡോൾബി ആണോ? അതൊന്നും എനിക്കറിയാൻ വയ്യ. ഒരു തടിമാടൻ. അച്ഛൻ പണ്ട് കസ്റ്റഡിയിലെടുത്ത് ഇടിച്ച പ്രതികൾ വല്ലതും ആണോ? മുഖം ഞാൻ ഓർക്കുന്നില്ല. ഏതായാലും മെനക്കെട്ട് കണ്ടു. അല്പം കൂടെ ശ്രദ്ധിച്ച് കണ്ടുകൂടായിരുന്നു അച്ഛാ. തന്തയോട് തറുതല പറയണം. പോടാ. $50,000 പറഞ്ഞ കുറച്ചെങ്കിലും കൊടുത്തേ പറ്റൂ. അല്ലെങ്കിൽ അയാൾ ഇനിയും വരും. ഇത്തവണ എങ്ങനെയെങ്കിലും പറഞ്ഞയച്ചു. ഇനി അയാൾ വരികയാണെങ്കിൽ അനന്തുവിനെ കാണണമെന്ന് വാശി പിടിച്ചാ വരാനിടയാക്കരുത്. കുറച്ച് സ്വർണ്ണം ഇരിപ്പുണ്ടല്ലോ, അതെടുത്ത് പണയം വെക്കാം. ലക്ഷക്കണക്കിന് രൂപയുടെ സ്വത്തും കിടപ്പ് ചപ്രമഞ്ച കട്ടിലുവാണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? അന്നന്നത്തേടം കഴിയണമെങ്കിൽ പറമ്പിന്ന് വല്ലതും കിട്ടണം. അതാ മാണിക്യമംഗലത്തെ അവസ്ഥ. ഇത് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കൂടി? ഏതായാലും ഉള്ളത് കൊണ്ടേ കൊടുക്കാം. ஐயா, ഇവിടെ பாக்குறதுக்கு யாரோ வந்திருக்காங்க. ആ, നീയായിരുന്നു. വാ. കറണ്ട് പോയിരിക്കുക. നീ 1 മണിക്കൂർ കഴിഞ്ഞ് നോക്കിയാ മതി. താൻ വെളുപ്പിനത്തെ വണ്ടിക്ക് തന്നെ പുറപ്പെട്ടല്ലേ? അതെ. ആ, ഇരിക്കെ. ഏതായാലും പറഞ്ഞ അവധിക്ക് തന്നെ വന്നല്ലോ. എടാ പ്രതാപോ, അച്ഛന്റെ ഒരു കൂട്ടുകാരൻ വന്നിട്ട് നല്ലൊരു ചായ എടുത്തേ. പാചകമൊക്കെ പിള്ളേര് തന്നെയാ. വല്ലപ്പോഴും ഇന്നലെ വെക്കേഷൻ വരുമ്പോഴാ രുചിയായിട്ട് എന്തെങ്കിലും കഴിക്കുന്നത്. ഇത് 20,000 ഉള്ളൂ. ഓടി നടന്നിട്ട് ഇത്രേ ഒത്തുള്ളൂ. ഇന്ന് രാത്രി തന്നെ പോയാൽ കൊള്ളാവുന്നുണ്ട്. ബസ് വല്ലതും കിട്ടുമാവോ? തമിഴ്നാട് ബസ് കിട്ടും. എന്തിനാ രാവിലെ പോയപ്പോരെ? ചേട്ടനോടൊപ്പം ഒരു ദിവസം തങ്ങാൻ വിരോധം ഉണ്ടായിട്ടല്ല. നാളെ കാലത്തെ വീട്ടിലൊരു പ്രശ്നമുണ്ട്, അതുകൊണ്ടാ. അതിന് വഴിയുണ്ടാക്കാം. താനിങ്ങോട്ട് വന്ന് കേറിയല്ലേ ഉള്ളൂ. തഞ്ചപ്പെട് ചേട്ടാ. ഇരിക്കടൂ. തന്റെ വീട് നിൽക്കുന്ന സ്ഥലം എത്ര ഏക്കർ വരും? അവിടെ ഇപ്പോ സ്ഥലത്തിനൊക്കെ എന്ത് വിലയുണ്ട്? സെന്റിന് 20-25 ഉണ്ട്. അത് നല്ല വിലയാണല്ലോ. അപ്പൊ ഒരു 20 സെന്റ് കൊടുത്താൽ 5 ലക്ഷമൊക്കെ കിട്ടും. അതിന് ചേട്ടനിവിടെ സ്ഥലം വല്ലതും കൊടുക്കാനുണ്ടോ? സെന്റിന് 1000 പോലും കിട്ടാതെ ഈ 10 സെന്റ് അല്ലാതെ എനിക്ക് എന്താ ഉള്ളത്? ഞാൻ നിന്റെ കാര്യം ഉദ്ദേശിച്ചത്. അതിന് ഞാനിപ്പോ ഇളയ മോന അരവിന്ദൻ. മാണിക്യമംഗലത്തെ അനന്തകൃഷ്ണൻ തമ്പിയായിട്ട് ഒരു വ്യത്യാസവും ഇല്ലല്ലേ? അപ്പൊ കഴിക്ക. ദൈവനിശ്ചയം എന്നൊന്നുണ്ട് സത്യ. സർവീസിലിരുന്ന കാലത്ത് ഒരു തെളിവുമില്ലാതെ തേഞ്ഞു മാഞ്ഞു പോയ എത്രയോ കേസുകൾ നമ്മുടെ ഒന്നും അന്വേഷണമില്ലാതെ ശക്തമായ തെളിവോടെ പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോ എത്ര ഒളിച്ചാലും
ഏത് സത്യവും ഒരിക്കൽ വെളിച്ചത്ത് വരും. സമാധാനമായിട്ടൊന്ന് ഉറങ്ങിയ കാലം മറന്നു. ദുസ്വപ്നം കണ്ട് ഞെട്ടിയുണ്ടാത്ത രാത്രികളില്ല. പ്രസന്നയോട് ചെയ്ത വഞ്ചനയുടെ ഫലമാണ് ഞാനിപ്പോ അനുഭവിക്കുന്നത്. അതിനെനിക്ക് പ്രായച്ചിത്തം ചെയ്തേ പറ്റൂ. എന്ത് പ്രായച്ചിത്തം? അരവിന്ദനെങ്കിലും ഒരു നിലയിലെത്തിക്കണം. ഇവിടെ ടൗൺ ലോണിൽ കട കണ്ടുവച്ചിട്ടുണ്ട്. 2 ലക്ഷം പൗരി കൊടുത്താൽ ഇപ്പൊ നടത്തുന്ന ആൾ ഒഴിഞ്ഞു തരും. ഒരു മെഡിക്കൽ ഷോപ്പ് നടത്തണമെന്ന് അവന്. എങ്ങനെ കണക്ക് കൂട്ടിയിട്ട് ഒരു 5 ലക്ഷം രൂപ ഇല്ലാതെ പറ്റില്ല. അതിന് നീ ഒരു വഴി കണ്ടേ പറ്റൂ. ചേട്ടൻ എന്തായി പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. എനിക്കെല്ലാം മനസ്സിലായി. നിന്റെ വീട്ടിൽ വന്ന് തിരിച്ചു പോരുമ്പോ വഴിക്ക് വെച്ച് എന്റെ ചില സുഹൃത്തുക്കളെ കണ്ടു. അങ്ങനെ മാണിക്യമംഗലത്തെ ചരിത്രമെല്ലാം ഞാൻ അറിഞ്ഞു. സ്വത്തൊക്കെ എന്റെ മകൻ അനന്തകൃഷ്ണൻ തമ്പിയുടെ പേരിലാണ് എഴുതി വെച്ചിരിക്കുന്നത് കേട്ടപ്പോ സന്തോഷമല്ല, പകയാണ് തോന്നിയത്. അന്ന് എന്റെ കുഞ്ഞിനെ ഞാൻ തന്നത് നിന്നോടുള്ള സ്നേഹം കൊണ്ട് മാത്രമാ. പക്ഷെ നിനക്കതൊരു കച്ചവടമായിരുന്നു. അതിലെനിക്ക് കിട്ടിയത് സ്വൈര്യക്കേട് മാത്രം. ലാഭം മുഴുവൻ നിനക്കും. ചേട്ടൻ ചെയ്തെന്ന ഉപകാരം ഒരു കച്ചവടമായി ഞാൻ കണ്ടിരുന്നില്ല. അന്ന് ഞാനും അങ്ങനെ കണ്ടിരുന്നില്ല. പക്ഷെ സത്യാവസ്ഥ മനസ്സിലായപ്പോഴാണ് നിന്റെ കൂർമ്മബുദ്ധി എനിക്ക് ബോധ്യമായത്. ഒരാൾ മാത്രമായിട്ട് അങ്ങനെ നേരണ്ട. ലാഭത്തിന്റെ ഒരു വിഹിതം എനിക്ക് കിട്ടിയേ തീരൂ. എത്ര ചോദിച്ചാലും നീ തരുമെന്ന് എനിക്കറിയാം. പകുതി വേണമെന്ന് ഞാൻ പറയുന്നില്ല. തൽക്കാലം ഒരു 5 ലക്ഷം രൂപ. 5 ലക്ഷം രൂപയോ? ലക്ഷക്കണക്കിന് രൂപയുടെ ആസ്തിയുള്ളൊരു മകൻ എനിക്കുള്ളപ്പോ ഞാൻ എന്തിനു ദാരിദ്ര്യം അനുഭവിക്കണം? ചേട്ടൻ തന്നെയാണോ സംസാരിക്കുന്നത്? അല്ല, അനന്തകൃഷ്ണൻ തമ്പിയുടെ അച്ഛൻ. 2 മാസത്തെ അവധി ഞാൻ തരുന്നു. അതിനുള്ളിൽ 5 ലക്ഷം രൂപ എനിക്കിവിടെ കിട്ടിയിരിക്കണം. ഇല്ലെങ്കിൽ ഹേബിയസ് കോർപ്പസ് ഫയൽ ചെയ്യാനുള്ള ഭവിഷ്യത്ത് എനിക്കറിയാം. 2 മാസത്തെ അവധി ഞാൻ തരുന്നു. അതിനുള്ളിൽ 5 ലക്ഷം രൂപ എനിക്കിവിടെ കിട്ടിയിരിക്കണം. ഇല്ലെങ്കിൽ ഹേബിയസ് കോർപ്പസ് ഫയൽ ചെയ്യാനുള്ള ഭവിഷ്യത്ത് എനിക്കറിയാമല്ലോ. എന്തോ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. മരണം നടന്ന വീട് പോലെയാണ് ഇപ്പം മാണിക്യമംഗലം. പഴയ കളിയില്ല, ചിരിയില്ല, മിണ്ടാട്ടമില്ല. അച്ഛന്റെ അമ്മയുടെ മുഖം ഒന്ന് തെളിഞ്ഞു കണ്ടിട്ട് ആഴ്ചകളായി. അച്ഛൻ ഏതോ ഫ്രണ്ടിനെ കാണാൻ പോയിന്ന് പറഞ്ഞില്ലേ? അവിടെ നിന്ന് മടങ്ങി വന്നതിന് ശേഷമാണ് ഈ മാറ്റം. നീ എന്ത് തീരുമാനിച്ചു? മനസ്സുണ്ടായിട്ടല്ല. വല്യച്ഛന്മാരറിഞ്ഞ എന്നെ കുറ്റപ്പെടുത്തു. എന്നാലും വേണ്ടില്ല. അച്ഛന്റെ അമ്മയുടെയും പ്രയാസം കാണാൻ വയ്യ. 20 30 എത്രയാന്ന് വെച്ചാ കൊടുത്തോട്ടെ. അന്ന് വന്നില്ലേ സത്യപാലൻ? അയാളാ കാശ് തരാമെന്ന് പറഞ്ഞിരുന്നേ. ഇന്നിപ്പോഴേ കത്ത് വന്നിരിക്കുന്ന അയക്ക് 2 ആഴ്ചത്തെ സാവകാശം കൊണ്ട് വേണമെന്ന്. അപ്പൊ അതുവരെ പീലിപ്പോസിനൊന്ന് പറഞ്ഞു നിർത്തിക്കൂടെ? പറഞ്ഞ് നോക്കാം. അല്ല, ഇങ്ങനെയാണെങ്കിൽ 2 ആഴ്ച കഴിഞ്ഞും കാശ് കിട്ടുമെന്ന് എന്താണ് ഉറപ്പ്? ഉറപ്പുണ്ട്. സത്യപാലൻ എങ്ങനെയെങ്കിലും പണം എത്തിക്കും. അതാ ഞങ്ങൾ തമ്മിലുള്ള ബന്ധം. ചേട്ടൻ ഇങ്ങനെ ടെൻഷനായാലോ? കച്ചവടം അലസിയിട്ടൊന്നുമില്ലല്ലോ. എന്തായി? എന്താവാൻ, നാളെ ആധാരം നടക്കില്ല. അയാൾക്ക് 1 മാസത്തെ സാവകാശം കൂടി വേണമെന്ന്. കണ്ണടച്ച് തുറക്കും മുമ്പ് 1 മാസം അങ്ങ് പോവും. അയാളുടെ മകൻ ഗൾഫിൽ നിന്ന് അയക്കാമെന്ന് പറഞ്ഞ പൈസ വന്നില്ല. അത് പ്രതീക്ഷിച്ച അയാൾ 25,000 രൂപ അഡ്വാൻസ് തന്നതും രജിസ്റ്റർ നടത്താമെന്ന് ഏറ്റതും. ചുമ്മാ 25,000 രൂപ ആരെങ്കിലും വെറുതെ കളയുമോ? എന്തായാലും 1 മാസത്തിനുള്ളിൽ രജിസ്റ്റർ നടക്കും. അത് ന്യായം. പക്ഷെ എന്റെ വിഷമം ആർക്കും മനസ്സിലാവാനോടോ? മറ്റൊന്നാ ഞാൻ കാശ് എത്തിക്കാമെന്ന് ഏറ്റിരുന്ന. നാളെ രാത്രിക്കുള്ളിൽ അത്രയും പൈസ ഒപ്പിക്കാൻ പറ്റിയില്ലെങ്കിൽ 1 മാസത്തെ അവധി പറയണം. 1 പ്രാവശ്യം പറഞ്ഞ തീയതി ഞാൻ തെറ്റിച്ചതാ. വീണ്ടും തെറ്റിക്കേ? എന്റെ ചേട്ടാ, ലോകബാങ്കിൽ നിന്ന് ഇന്ത്യ കോടിക്കണക്കിന് രൂപ കടമെടുത്തിട്ട് ഇപ്പോഴും അവധി പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. എന്നിട്ട് ഇന്ത്യക്ക് വല്ല ടെൻഷനും ഉണ്ടോ? കാശ് കിട്ടാനുള്ളവർക്കറിയാം 2-3 തവണ മാറ്റി പറയുമെന്ന്. ഇതങ്ങനല്ലടോ. കൊടുത്താലും തീരാത്ത കടമാണ്. അനന്തു ഓർക്കുന്നുണ്ടോന്നറിയില്ല. ഒരിക്കൽ ഞാൻ പറഞ്ഞു, നമ്മൾ എങ്ങോട്ടാ പോകണ്ടെന്ന് തീരുമാനിക്കേണ്ടത് അനന്തു ആണെന്ന്. അനന്തുവിനോടൊപ്പം എവിടെ വരാൻ ഒരുക്കമായിരുന്നു. പക്ഷെ ആ വിശ്വാസം എനിക്കിപ്പ ഇല്ല. എന്തൊരു ആവേശമായിരുന്നു. എന്നിട്ടിപ്പോ ഒന്ന് കാണണമെങ്കിൽ ഞാൻ അന്വേഷിച്ച് നടക്കണം. എന്നെ എത്ര കുറ്റപ്പെടുത്തിയാലും അധികാവില്ല. നമ്മുടെ വിവാഹകാര്യം എന്റെ വീട്ടിൽ അറിയിച്ചിട്ടേ തന്നെ വന്ന് കാണുമെന്ന വാശിയായിരുന്നു എനിക്ക്. ഇപ്പൊ ആ വാശി തീർന്നോ? ഒന്നും അങ്ങോട്ട് പറയാവുന്ന മൂഡിലല്ല അച്ഛനും അമ്മയും. എന്ത് ചോദിച്ചാലും ഒരു ഒഴിഞ്ഞു മാറ്റം. ഈ അവസ്ഥയിൽ ഇങ്ങനെ ഒരു കാര്യം പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട. നെക്സ്റ്റ് മൺഡേ അച്ഛനിങ് എത്തും. അപ്പൊ ഞാൻ എന്താ പറയേണ്ടത്? മാണിക്യമംഗലത്തെ അനന്തകൃഷ്ണൻ തമ്പിക്ക് ധൈര്യവും ചങ്കൂറ്റൊക്കെ ഉണ്ടായിട്ട് പ്രൊസീഡ് ചെയ്താൽ മതിയെന്നോ? വഴിയിൽ വെച്ചെങ്ങാനും കണ്ടാലോ എന്ന് കരുതി പുറത്തിറങ്ങാതിരിക്കണ്ട. ഞാൻ വരില്ല, എനിക്ക് കാണാൻ.
ഇവിടെ വേണം. മാണിക്യമംഗലത്ത് അനന്തകൃഷ്ണൻ തമ്പിയല്ലേ? അതെ. ആ ജീപ്പിലോട്ട് കയറി. എന്താ കാര്യം? അറിഞ്ഞാലേ കയറത്തോളാം.